ഹരിയാനയിലെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കണ്ട് അന്തം വിട്ടുപോവുകയാണ് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും. ബി.ജെ.പി എന്തൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ അതൊക്കെ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ച് കെ.സി. വേണുഗോപാൽ അടക്കം നിൽക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഹരിയാനയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രകടന പത്രിക സമർപ്പിക്കുന്നത്. അതിൽ ആദ്യം തന്നെ അവർ പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കും എന്നാണ്. ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി എല്ലാ വിഭാഗങ്ങൾക്കും ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജാതി സെൻസസ് നടത്തുമെന്ന്. കൂടാതെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ എല്ലാ സമുദായങ്ങൾക്കും പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നും ഖാർഗെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ജാതി സെൻസസ് നടത്തുമെന്ന് പറയുന്നത്. എന്നാലോ ജാതി സെൻസസിനെ പേടിച്ചിട്ടാണ് ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള സെൻസസിലേക്ക് പോലും 2020 നടത്തേണ്ടത് ഇന്ന് വരെ മോദി നടപ്പിലാക്കാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ബി.ജെ.പിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസിന്റേത് ഹരിയാനയിലുള്ളത് എന്ന് പറയുന്നത്. 7 ഗ്യാരണ്ടികളാണ് അതിൽ പറയുന്നത്. 7 ഗ്യാരണ്ടികളും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യുവാക്കളും കർഷകരും സ്ത്രീകളും അടങ്ങുന്ന വിഭാഗങ്ങളെ അങ്ങേയറ്റം പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രകടന പത്രിക. 7 വാഗ്ദാനങ്ങൾ 7 സെക്ഷനുകളിലായി മാറ്റിയിട്ടുമുണ്ട്. സ്ത്രീകൾക്ക് എല്ലാ മാസവും 2000 രൂപ നൽകും. ഗ്യാസ് സിലിണ്ടറുകൾക്ക് 500 രൂപ, അതും എല്ലാ മാസവും. മാത്രവുമല്ല മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വിധവകളും പഴയ പെൻഷൻ പദ്ധതി പ്രകാരം പെൻഷൻ നൽകും എന്നാണ് പറയുന്നത്. യുവാക്കൾക്ക് 2 ലക്ഷം സ്ഥിരം തൊഴിൽ നൽകുമെന്നും ഖാർഗെ പറഞ്ഞു. സ്ത്രീകൾക്ക് 6000 രൂപ വാർദ്ധക്യ പെൻഷനായും 6000 രൂപ അംഗവൈകല്യ പെൻഷനായും 6000 രൂപ വിധവാ പെൻഷനായും നൽകുമെന്നാണ് സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൽ വരുന്ന പ്രധാന പ്രഖ്യാപനങ്ങൾ. ഹരിയാനയിലെ കുടുംബങ്ങൾക്കായി 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ്, 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി എന്നിവയും നൽകും. പാവപ്പെട്ടവർക്ക് 100 യാർഡ് ഭൂമി, 3.5 ലക്ഷം വില വരുന്ന 2 മുറികളും വീടും നൽകും. കർഷകർക്ക് ഇൻസ്റ്റാൾ ആയിട്ടുള്ള വിള ഇൻഷുറൻസ്, താങ്ങുവിലക്ക് നിയമപരിരക്ഷ എന്നിവയും ഉറപ്പാക്കും. ഇത്രയും വാഗ്ദാനങ്ങളെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു ഹരിയാനയിൽ ജനങ്ങൾക്കായിട്ട് കോൺഗ്രസ് സമർപ്പിക്കുമ്പോൾ എങ്ങനെ ബി.ജെ.പി ഞെട്ടാതിരിക്കും എന്നുള്ളതാണ്. കാരണം ജാതി സെൻസസ് നടപ്പിലാക്കുക, ഇതേ ഹരിയാനയിൽ സർക്കാർ തെരുവിലിട്ട് വലിച്ചിഴച്ച് കൊല്ലാക്കൊല ചെയ്ത കർഷകർക്ക് താങ്ങുവില കൊടുക്കുക, യുവാക്കൾക്ക് തൊഴിൽ നൽകുക, സ്ത്രീകൾക്ക് 2000 രൂപ വെച്ച് നൽകുന്നതോടൊപ്പം തന്നെ 500 രൂപ ഗ്യാസിന് നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ അടുക്കള മുതൽ ഇങ്ങോട്ട് എല്ലായിടങ്ങളും വികസിപ്പിക്കാനുള്ള തരത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസിന്റേത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്, ഹരിയാന എന്ന് പറഞ്ഞ ബി.ജെ.പി ഭരിക്കുന്ന സർക്കാരിന് ഇതൊരു കുലുക്കമായി മാറുന്നത്.